Hi, so welcome to my YouTube channel. Before getting into the video, എനിക്ക് നിങ്ങളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാനുണ്ട്. എന്താ ദേവ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മോട്ടിവേഷൻ കോർപ്പറേറ്റ് ജീവിതം എന്നെ വളരെയേറെ പട്ടിണിയും പരിവട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ്. എൻ്റെ ഒരു സൈഡ് ബിസിനസ് ഇല്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലക്ഷറി ലൈഫ് ആണല്ലേ. അതെ, അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വലിയ യൂട്യൂബ് ചാനൽ. അപ്പം റിച്ച് ആയിട്ട് കാണാൻ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ ദെൻ ഡു ലൈക്ക് ഷെയർ. അല്ല പക്ഷേ ആദ്യമായിട്ട് ഞാൻ ഫണ്ടിന് വേണ്ടി ഇറക്കില്ല. അല്ല എനിക്ക് ദാരിദ്ര്യമൊന്നും ഇല്ല. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഭയങ്കര ബാലൻസ് ആണ്. എനിക്ക് സത്യമായിട്ടും കപ്പലണ്ടി അല്ല കടലയാണ്. കപ്പലണ്ടി അത് കടലയാ. ദിസ് ഈസ് കടല. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ്. നീ എന്താ പറയാ? ബാംഗ്ലൂർ എത്തി ആദ്യം പോയത് തന്നെ ഒരു ഫുഡ് സ്പോട്ടാണ്. അതായത് നമുക്കറിയാം ബാംഗ്ലൂർ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് മേഘ്ന ഫുഡ്സ്. അവിടെ ചെന്നപ്പോൾ തന്നെ കട്ടത്തിരക്കായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് തളർന്ന് ക്ഷീണിച്ച് നമുക്ക് സീറ്റ് കിട്ടി. കയറിയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡിന് വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ആക്ച്വലി നമ്മൾ 5 ബിരിയാണീസ് ഓർഡർ ചെയ്തു. അതായത് എൻ്റെ ഫേവറേറ്റ് ഈസ് മേഘ്ന സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ഇറ്റ്സ് അടിപൊളി. എനിക്കിനി ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നൈസായിരുന്നു. ചിക്കനൊക്കെ ഭയങ്കര നൈസ്. അങ്ങനെ ആഫ്റ്റർ ലഞ്ചല്ല, ഒരു ബ്രഞ്ചായിരുന്നു അത്. എനിവേസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഊബർ പിടിച്ച് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ബിരിയാണി കഴിച്ചതിൻ്റേതായ ഉറക്കവും ക്ഷീണവും എൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ ഊബറിലിരുന്നുള്ള 1.5 മണിക്കൂറിൻ്റെ ട്രാഫിക്കും ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് UB സിറ്റി മോളിലാണ്. അങ്ങനെ അവിടെയൊക്കെ കുറേ നേരം കറങ്ങി നടന്ന് കുറേ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഷോപ്സൊക്കെ കണ്ടു. ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം കാണാൻ പറ്റി. അതിൽ ഞാൻ 101% ഹാപ്പിയാണ്. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഓരോ സംഭവമൊക്കെ നോക്കാം. അതിനുശേഷം ഞാൻ വിചാരിച്ചൊരു കോഫി കുടിക്കാം. നമുക്കൊരു ചായ കുടിച്ചു. പൈസ പോകും തോന്നുന്നു കയ്യിൽ. പേ ചെയ്യണമെങ്കിൽ ഫോൺ വേണം. നമ്മൾ യുബോൺ പാർക്കിലേക്ക് പോവുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ 5 മണിയായി. അത് അടയ്ക്കുന്നത് 6 മണിക്കാണ്. സോ മിക്കവാറും അവിടെ 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരിക്കും, കാണാനും പറ്റുമായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ചൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നോക്കാം. പറ്റി തേജസ് എങ്ങോട്ട് വരാനാ? എനിക്കറിയില്ല എങ്ങനെയാന്ന് പറയുന്നത്. കുബോൺ. ഇതേതാ ഈ കുട്ടി? നമുക്ക് പിന്നെ വാങ്ങിച്ചു തരാം. പൊക്കോ മാമ കൊണ്ടുപോകും മോളെ. എന്ത് പറ്റിയടാ? വഴി തെറ്റിയോ? അവൻ പറയുന്ന അതാണെന്ന് ക്യൂബോൺ പാർക്ക്. ഇവിടുന്ന് ചാടിയാൽ മതി, അത് തന്നെ ആയിരിക്കും കുബോൺ പാർക്ക്. ഏതൊക്കെയോ വഴി തെറ്റി.
വഴിയില്ല ഗൈസ്. യൂട്യൂബിലെ വീഡിയോ പുറപ്പെട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒക്കെയോ കുറെ കെട്ടിടങ്ങൾ, ഒന്നും എന്താ ഏതാണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാലോ, എക്സ്പ്ലോർ ചെയ്യാമല്ലോ. പിന്നെ നമ്മളിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇനിയും ഗുഡ് ഫോർ ഹെൽത്ത് ആണ്. പക്ഷേ ദ റിയാലിറ്റി എന്ന് പറയുന്നത് ഊബറിൽ കയറുമ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റുള്ള സ്ഥലം ഒരു 45 മിനിറ്റും 1 മണിക്കൂർ എടുത്താണ് എത്തുന്നത്. പിന്നെ നല്ലോണം കാശും പോകുന്നുണ്ട്. അപ്പം നമ്മൾ പണക്കാരാണെങ്കിലും നമ്മളാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, നടക്കാം. പിന്നെ ഉച്ചയ്ക്ക് നല്ലോണം കുറേ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഐ തിങ്ക് നടക്കുന്നത് നല്ലതായിരിക്കും. ഹെൽത്തിലാണ്. വയ്യടാ, എനിക്ക് വയ്യ. ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കുക എന്ന് പറയുന്നത് കൈക്ക് നല്ല സുഖം. യൂട്യൂബർ ആവണ്ടേ? ആവും. ഓക്കെ, നമ്മൾ അറ്റ് ലാസ്റ്റ് ക്യൂബോൺ പാർക്കിലെത്തി. നമുക്ക് അങ്ങോട്ട് ഒരു വലിയ വേർഷൻ ഓഫ് കനോക്കും അല്ലേ? അല്ലേ പറ. വീഡിയോ എടുക്കുന്ന ആൾക്കൊരു ഉത്തരവാദിത്തം. ഇന്ററാക്ട് ചെയ്യണ്ടേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നു. എനിക്കറിയില്ല യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെയാണെന്ന്. ഒരു ഡേ ഫുൾ ഇങ്ങനെ കൈവച്ച് വ്ലോഗ് ചെയ്യാൻ. എനിക്കത് എൻ്റെ ഈ ക്യാമിൻ്റെ സ്റ്റിക്കൊന്നുമില്ല, അങ്ങനെയല്ലേ ഇനി പറയാൻ എനിക്കറിയില്ല. സ്റ്റാൻഡൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത്ര നൈസല്ല എൻ്റെ വീഡിയോസ്. ഞാൻ വരുന്ന വീഡിയോകളൊക്കെ നല്ലതാക്കാൻ ശ്രമിക്കാം. സ്ട്രീറ്റിലെത്തി. നമ്മൾ ആദ്യം കയറിയ കടയിലൊക്കെ ജസ്റ്റ് കുറേ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പൈസ കുറവിലൊന്നും കിട്ടുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. അവിടെ ഒന്ന് കയറാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്കടെ വൈബിന് പറ്റിയ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പാനിപ്പൂരി കഴിക്കാൻ പോകാം.
നല്ല പാനിപ്പൂരി. പാനിപ്പൂരി ഗൈസ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഇതിനെന്താ പറയുന്നറിയില്ല. പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് പ്ലസ് ഐസ് ഗോള. നമ്മൾ കാലഘട്ട എന്ന ഫ്ലേവർ ആണ് മേടിക്കാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കാലഘട്ട അപ്പുറത്തിരിക്കുന്ന ചേച്ചി തിന്നോണ്ടിരിക്കുന്നത് മലയാളം ആയതുകൊണ്ടാണ് ചേച്ചി മനസ്സിലാവില്ല. ഇപ്പൊ ചേച്ചി മലയാളിയാണെങ്കിലോ അത് തീർന്ന് നന്ദിനി ഓടും. ഞാൻ ഇവിടുന്ന് പോകും. മേക്കിംഗ് മൊത്തം എന്താ പറയുന്നത്, ഗ്രേറ്റ് ചെയ്ത് ഒരു കപ്പിലാക്കി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഫ്ലേവറാണ് ഉണ്ടാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്ലേവർ എനിക്ക് പണ്ടിതായിരുന്നു പണി. ഒന്ന് കാണിച്ചേ. ഓ, ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നു. അതെ, ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് പറയാം. ഓക്കെ ഓക്കെ. ലിപ്സ്റ്റിക് ഇടാത്തവർ വരും പെട്ടെന്ന് കാര്യങ്ങൾ. ഞാൻ വിചാരിച്ച പോലെ അത്ര നല്ലതല്ല. ഓ, ഞാൻ ഡൽഹിയിൽ കഴിച്ച പാടില്ല കഴിക്കുന്നത്. അതെ അതെ, സിറപ്പ് പോലെ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. റെയിൽവേ സ്റ്റേഷൻ വഴി പോയാൽ ഒരു 6 കിലോമീറ്ററിന് അധികം വരും. റെയിൽവേ സ്റ്റേഷൻ വഴി അങ്ങ് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ വെച്ചിട്ട് മെട്രോ പിടിച്ച് പോവാലോ. മെട്രോ അങ്ങോട്ട് ഇല്ലെന്നാണ് എനിക്ക് പറഞ്ഞത്. മെട്രോ പോകുന്നതാണ് ഈ റൂട്ട് മജന്തയും ഗ്രീനും. ഈ വഴിക്ക് ഇല്ലല്ലോ. ഓക്കെ, മനസ്സിലായി. അന്ന് നമുക്ക് ആദ്യം ഇത് പോയി റെയിൽവേ സ്റ്റേഷനിൽ വെക്കാം. പിന്നെ അവിടെ അടുത്തുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ അങ്കി അവിടെ അടുത്ത് ചർച്ച. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂർ ആൻഡ് വണ്ടി ഇടിച്ച് മിക്കവാറും നമ്മൾ ചാവുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂരാണ്. നമ്മൾ എങ്ങോട്ടാണ് പോവാണ് ഞാനപ്പോൾ കാണിക്കാം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ഉച്ചയായി. അപ്പം എല്ലാവർക്കും ഇനി എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആദ്യം മനസ്സിൽ വന്നത് ഫുഡ് കഴിക്കണം. അങ്ങനെ നമ്മൾ നല്ലൊരു ലഞ്ച് കഴിക്കാനുള്ളൊരു സ്പോട്ട് തപ്പുകയാണ്. അതിനുവേണ്ടി മെട്രോ ഇറങ്ങി നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് എവിടെ പോകണം എന്നുള്ള കട്ട ഡിസ്കഷനിലാണ്. ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു നടന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആലോചനയിൽ നടക്കുകയാണ്. എല്ലാവരും ഫോണിൻ്റെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കുന്നു. ഞാൻ മാത്രം വീഡിയോ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഞാനൊരു ഏണിയും പാമ്പും ഒക്കെ കണ്ടു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ശോഭാ മോളിൽ നോക്കിയപ്പോൾ പാരഗൺ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബിരിയാണി കഴിക്കാനൊരു കൊതി. അങ്ങനെ പാരഗണിൽ നമ്മൾ കയറാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ നല്ല തിരക്കായത് കാരണം ആ പ്ലാനിങ് ഫെയിലായിട്ട് നമ്മൾ ചേർച്ച് സ്ട്രീറ്റിലെത്തി. അവിടെ ഒരു ഫുഡ് സ്പോട്ടിൽ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നമ്മൾ ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബിരിയാണി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ചേർച്ച് സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ ചേർച്ച് സ്ട്രീറ്റിലെ കുറേ ഷോപ്സൊക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ക്ഷീണിച്ചു. ഇന്നത്തെ ഡേ ഒരു 5:50 കൂടി എൻഡ് ചെയ്യും.
അല്ല 650 സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ബാംഗ്ലൂർ ട്രിപ്പ്. അങ്ങനെ കുറേ നല്ല മെമ്മറീസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗോകർണയിലേക്കാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം.